ഞാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരെയോ രാഷ്ട്രീയക്കാരെയോ ഇല്ല. കമ്മ്യൂണിസം എന്ന ആശയത്തെക്കുറിച്ച് ഗ്ലോബൽ കമ്മ്യൂണിസത്തിനെതിരാണോ? കമ്മ്യൂണിസം പ്രാക്ടിക്കൽ അല്ലെന്നുള്ള ബോധ്യമുണ്ട്. എതിർക്കേണ്ട കാര്യമില്ല. ആളുകൾക്ക് എന്ത് വേണേലും വിശ്വസിക്കാൻ സ്വാതന്ത്ര്യമുള്ള ലോകത്ത് ഞാൻ എന്തിനാ, എനിക്ക് ചപ്പാത്തിയാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് ചോറ് നിന്ന ഒരാളെ ഞാൻ എതിർക്കേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ടോട്ടെ, എനിക്ക് കുഴപ്പമില്ല, ഞാൻ ചപ്പാത്തി തിന്നുള്ളൂ. അപ്പൊ ഇത് പ്രാക്ടിക്കൽ അല്ല, ഈ ഐഡിയോളജി പ്രാക്ടിക്കൽ അല്ല എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. നമ്മുടെ നാട്ടിൽ ഡെമോക്രസിയുടെ ഫിൽട്ടറിലൂടെ വരുന്നൊരു കമ്മ്യൂണിസമാണ്. അത് കമ്മ്യൂണിസ്റ്റ് എന്ന് പേരുള്ള ഒരു കക്ഷി രാഷ്ട്രീയ പാർട്ടി എന്നല്ലാതെ വലിയ തോതിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ പുലുകി നിൽക്കുന്ന ഒരു പാർട്ടിയായിട്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കാണണ്ട. അങ്ങനെ ഇല്ല. കാരണം കമ്മ്യൂണിസം പ്രാക്ടിക്കൽ അല്ല. കമ്മ്യൂണിസം പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസം ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ, നിങ്ങൾ നോക്കിയാൽ എന്താണ് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി എന്ന് നോക്കിയാൽ അധികാരവും പണവും ഗവൺമെന്റിന്റെ കയ്യിലാണ്. ഗവൺമെന്റ് ഇത് കളക്ട് ചെയ്ത് തുല്യമായിട്ട് വീതിച്ചു കൊടുക്കും. ഇതാണല്ലോ കമ്മ്യൂണിസം, ആണോ? അതെ അതെ, തീർച്ചയായിട്ടും. അങ്ങനെ അധികാരവും പണവും ഗവൺമെന്റിന്റെ കയ്യിലാണ്. ഗവൺമെന്റ് ഇത് തുല്യമായിട്ട് വീതിച്ചു കൊടുക്കും. തുല്യത പ്രാക്ടിക്കൽ അല്ല. തുല്യത എന്ന് പറയുന്നത് അതെ, ഏത് ഭരണം വന്നാലും ഇത് തന്നെയാണ് കേട്ടോ. ഏത് ഭരണം വന്നാലും ഐഡിയോളജി, ഭരണമല്ല, കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി. തുല്യത പ്രാക്ടിക്കൽ അല്ല. കാരണം ഹ്യൂമൻസ് ആർ ബോൺ ഡിഫറെന്റ്. നമ്മൾ ജനിക്കുന്നത് ഓരോരുത്തരും വ്യത്യസ്തരായിട്ടാണ്. ഈ വ്യത്യസ്തരായ ആൾക്കാരെയാണ് നമ്മൾ തുല്യരാക്കാന്നെന്ന് പറയുന്നത്. എല്ലാ മനുഷ്യരും നാസിസ്റ്റ് ആണ്, ഭയങ്കര സെൽഫ് സെന്റേർഡ് ആണ്. ഒരു ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ലാത്ത ഒരു 3 വയസ്സുള്ള കൊച്ചിന്റെ ഇന്നൊരു കളിപ്പാട്ടം മേടിച്ച് നിങ്ങൾ അപ്പുറത്തിരിക്കുന്നവന് കൊടുത്താൽ ഇവൻ കരയും. ഇവര് തമ്മിൽ ഈ കളിപ്പാട്ടത്തിന് വേണ്ടി വഴക്കുണ്ടാക്കും. ഈ 3 വയസ്സുള്ള കൊച്ചിന് ഇത് പ്രശ്നം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഇവന് വല്ല പാർട്ടി അറിയാവോ? അത് നമ്മുടെ ജനറ്റിക്സിൽ എഴുതിയിട്ടുള്ള സാധനമാണ്. നമ്മുടെ എന്താ പറയുന്നത്, ഒരു ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് ആണ് ഒരു ജീവിക്കുള്ള പോലെ. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ എല്ലാവരുടെയും സാധനം നമ്മൾ കളക്ട് ചെയ്തിട്ട് തുല്യമായിട്ട് കൊടുക്കുക എന്ന് പറയുന്ന ഒരു സിസ്റ്റം പ്രാക്ടിക്കൽ അല്ല. അത് ഒരിക്കലും പ്രാക്ടിക്കൽ ആകൂല എന്നുള്ള ബോധ്യം എനിക്ക് നല്ലോണം ഉണ്ട്. അതിന് വേണ്ടി പ്രാക്ടിക്കലാക്കാൻ ശ്രമിച്ചിടത്ത് സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? അലി 100 രൂപയാണ് നമുക്കൊരു, അല്ലെ 100 ഉണ്ട്. അലി 80 രൂപയ്ക്ക് ഒരു ദിവസം പണിയെടുത്തു, ഞാൻ 20 രൂപയ്ക്ക് ഒരു ദിവസം പണിയെടുത്തു. അലി 80 രൂപയ്ക്ക് ഞാൻ 20 രൂപയ്ക്കും പണിയെടുത്തപ്പോ ഈ 80 20 കൂടെ ഗവൺമെന്റ് കളക്ട് ചെയ്തിട്ട് എനിക്കും അലിക്കും 50 രൂപ വീതം തന്നു. 80 രൂപയ്ക്ക് പണിയെടുത്ത് അലി കൊടുത്തിടെ ഞാനെന്ത് പോട്ടാ, അവന് സുഖമായിട്ട് 30 രൂപ കിട്ടിയില്ലോ എന്ന് ഓർക്കും. അലി അടുത്തവണ 60 രൂപയ്ക്ക് പണിയെടുക്കുള്ളൂ. ഞാൻ എപ്പോഴും അതുപോലെ തന്നെ ഇരിക്കും. അതും കളക്ട് ചെയ്തു, തുല്യമായിട്ട് തന്നു. ഇത് കുറഞ്ഞുകൊണ്ടിരിക്കും. പണിയെടുക്കുന്നവൻ അതിന് വേണ്ട റിവാർഡ് കിട്ടിയില്ലെങ്കിൽ അവൻ കുറഞ്ഞുകൊണ്ടിരിക്കും, മറ്റവൻ അലസനായിക്കൊണ്ടിരിക്കും. നമ്മുടെ ടോട്ടൽ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞ് ഈ 20 30 എന്ന് പറഞ്ഞ് വന്ന് നിൽക്കുമ്പോൾ പിന്നെ നമ്മൾ കൈയും കാലും ഇട്ടടിച്ചിട്ട് കാര്യമില്ല. നമുക്ക് മുന്നിലേക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥ. ഇങ്ങനെ നമ്മൾ തുല്യത എന്ന് പറഞ്ഞ് നിന്നാലുണ്ടാവും. പിന്നെ ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കഴിഞ്ഞിട്ട് മുതലാളിയും തൊഴിലാളിയും തമ്മിലുള്ള വലിയ പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് കമ്മ്യൂണിസം ഉടലെടുക്കുന്നതും വളർന്നതും വികസിക്കുന്നതും എല്ലാം. ഒരു മുതലാളിയും തൊഴിലാളിയും കൂടാതെ കസ്റ്റമർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. മുതലാളിയും തൊഴിലാളിയും കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട്. എന്റെ വീട് പണി നടക്കുകയാണ്, ഞാനൊരു കമ്പനി പണിയെടുക്കുകയാണ്. കമ്പനിയിൽ രാവിലെ തൊട്ട് 5 മണി വരെ പണിയെടുക്കുന്ന ഞാൻ തൊഴിലാളിയും, വീട്ടിൽ വന്നപ്പോൾ എന്റെ വീട് പണിയുന്ന പണിക്കാരുടെ മുതലാളിയുമാണ് ഞാൻ. ടെക്നിക്കലായിട്ട് എന്നെ നിങ്ങൾക്ക് എവിടെ കൊണ്ട് വെക്കാൻ പറ്റും എന്നുള്ള ഇതിന്റെ കൃത്യമായ ഡെഫിനിഷനിൽ ഒരു വലിയ പാടുണ്ട്. എവിടെയാണ് നമ്മളെ കൊണ്ട് പ്ലേസ് ചെയ്യുക? നമ്മളാണ് മുതലാളി, നമ്മളാണ് തൊഴിലാളി. ഇനി തൊഴിലാളി വളർന്നാൽ എന്താവും? ഒരു തൊഴിലാളിക്ക് നിങ്ങൾ സർവ്വ സൗകര്യങ്ങളും കൊടുത്ത്, അല്ലെങ്കിൽ തൊഴിലാളി സ്വന്തമായിട്ട് വാണിജ്യം നടത്തി വ്യവസായം നടത്തി ഇയാൾ വളർന്നു വലുതാവുന്നു. വലുതായാൽ അയാൾക്ക് മുതലാളിയായേ പറ്റൂ. തീർച്ചയാണ്. അപ്പൊ നമ്മൾ എങ്ങനെ മുതലാളിയെ വീണ്ടും എതിർക്കും? അപ്പൊ ഇവര് പറയും മുതലാളിത്തമാണ്, മുതലാളി ചൂഷണത്തെയാണ് നമ്മൾ എതിർക്കുന്നത് എന്ന് പറഞ്ഞാൽ മുതലാളിയെ സംബന്ധിച്ചോ അല്ലാതെ ഓരോരുത്തരും അവനവൻ ചെയ്യുന്ന ഒരു പണിയുടെ മെറിറ്റിനനുസരിച്ചേ കിട്ടുള്ളൂ. അത് രാഷ്ട്രീയ പാർട്ടികളിൽ പോലും ഇപ്പൊ ഒന്നിച്ചൊരു കോളേജിൽ ഒരു വിദ്യാർത്ഥി സംഘടനയിൽ 2 പേര് പ്രവർത്തിക്കുന്നു. ഇതിൽ ഒരാൾ കുറച്ച് ബുദ്ധിയുള്ളവനും പ്രസംഗിക്കാൻ അറിയുന്നവനും പ്രാക്ടിക്കൽ വിസിറ്റ് ഉള്ളവനും കഴിവുള്ളവനുമാണെങ്കിൽ ഇവൻ ജില്ലാ സെക്രട്ടറി, യൂണിറ്റ് സെക്രട്ടറി, പഞ്ചായത്ത് മെമ്പർ, മറ്റേ മറിച്ച് ഇവൻ മുഖ്യമന്ത്രി വരെ ആവാം. ഇവൻ ഇത്രേ ആവുള്ളൂ. ഇവര് തമ്മിൽ തുല്യരാണോ? ഒരിക്കലും അല്ല. ഇവന് വരുന്നിടത്ത് ജയ് വിളിക്കാൻ ആയിരക്കണക്കിന് ആൾക്കാരും, ഇവന് സ്റ്റേജിൽ ഫ്രണ്ടിൽ സീറ്റും, ഇവന് ഗസ്റ്റ് ഹൗസും വണ്ടിയും വിദേശയാത്രയും സൗകര്യങ്ങളും അധികാരവും ഉണ്ട്. ഇവനിത് കിട്ടില്ല. അതിന്റെ കാരണം ഇവന്റെ മിടുക്കാണ്. ഈ മിടുക്കിന് തമ്മിൽ വ്യത്യാസം ഉള്ളിടത്തോളം കാലം നമ്മൾ എങ്ങനെ തുല്യത റെഡിയാക്കും? അപ്പം ഇത് വന്ന കാലത്ത് ആളുകൾക്ക് ഈ ആശയത്തോടൊരു പ്രണയമായിപ്പോയി. ഒരു സിദ്ധാന്തം വരികയാണ്. എന്തൊരു മനോഹരമായ സിദ്ധാന്തമാണത്, എല്ലാവരും തുല്യരായിരിക്കുക എന്ന് പറഞ്ഞത്. പക്ഷെ അത് പെട്ടെന്ന് തന്നെ കാലഘട്ടത്തിൽ മനസ്സിലായി അങ്ങനെയല്ല. ചെയ്യുന്ന പണിക്കുള്ള റിവാർഡാണ്
എല്ലാവർക്കും കിട്ടുള്ളൂ എന്നുള്ളത്. ഞാൻ പറഞ്ഞത് ഗ്ലോബലി ഈ ആശയത്തോടുള്ള പ്രാക്ടിക്കലി ഇത് പ്രാക്ടിക്കൽ അല്ലെന്നുള്ള, ഇത് ഗ്ലോബലി ഇത് ഞാൻ പറഞ്ഞത് ഗ്ലോബലി ഇത് എത്ര പ്രാക്ടിക്കൽ ആകുമോ എന്നുള്ള സംശയമാണ് ഞാൻ ആദ്യം പറഞ്ഞു. കേരളത്തിൽ പക്ഷെ ഈ ഡെമോക്രസിയിലൂടെ ഫിൽട്ടർ ചെയ്യുന്നു വിശ്വാസിയായ കമ്മ്യൂണിസ്റ്റ് ഉണ്ട്. എന്ത് ഇല്ലോജിക്കൽ കോമ്പിനേഷൻ ആണ്. പ്രവാസിയായ കമ്മ്യൂണിസ്റ്റ് ഉണ്ട്. പ്രവാസി എന്ന് പറഞ്ഞാൽ മൊണാർക്കിയുള്ള രാജഭരണമുള്ള മിഡിൽ ഈസ്റ്റിലൊക്കെ പോയി താമസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഉണ്ട്. സോഷ്യോ ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള അമേരിക്ക പോലെയുള്ള സ്ഥലങ്ങളിൽ പോയി നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. അവരവിടെ നിൽക്കുകയും അവിടുത്തെ എല്ലാ സൗകര്യങ്ങളും അനുഭവിക്കുകയും ചെയ്യും. അവർ കമ്മ്യൂണിസ്റ്റായി നിൽക്കുകയും ചെയ്യുന്നു. പക്ഷെ അവിടെ അവരുടെ ഒരു കമ്മ്യൂണിസ്റ്റ്